ഷിനോജ്, നമുക്കറിയാം ഈ UAE സെൻട്രൽ ബാങ്ക് ധനമിടപാട് സ്ഥാപനങ്ങൾ അതുപോലെ ഇൻഷുറൻസ് കമ്പനികൾ ഇതിന്റെയൊക്കെ പ്രവർത്തനം കൂടുതൽ സുതാര്യമാക്കുന്നതിനാണ് ഇപ്പോൾ പുതിയ നിയമമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഒരു നിയമം എന്ന് പറയുന്നത്? സാധാരണക്കാർക്ക് ജനങ്ങൾക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഇതിന്റെ എന്ത് ലക്ഷ്യമാണ് അധികൃതർ മുന്നോട്ട് വെക്കുന്നത് ഇതിലൂടെ? UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ് ഇത്തരമൊരു ഉത്തരവ് സെൻട്രൽ ബാങ്കിനായിട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇതിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ എല്ലാ സെൻട്രൽ ബാങ്ക് ലൈസൻസ് നൽകിയ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങൾക്കും പൊതുജനങ്ങളുമായി ആക്സസ് ഉണ്ടാകണം എന്നുള്ളതാണ്. അത് ഉപയോഗിക്കാൻ കഴിയണം. പൊതുജനങ്ങൾക്ക് ഓൺലൈനായും അല്ലെങ്കിൽ സ്ഥാപനത്തിലേക്ക് എത്തി ഇടപാട് നടത്താനുമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാന നിർദ്ദേശം. അതേപോലെ തന്നെ ഈ ധനവിനിമയ സ്ഥാപനങ്ങൾ ഏതെങ്കിലും തരത്തിൽ വീഴ്ചകൾ വരുത്തിയാൽ അതിനുള്ള പിഴ 10 മടങ്ങായി വർദ്ധിപ്പിക്കാൻ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിന്നീട് മറ്റ് സാമ്പത്തിക തർക്കങ്ങളിൽ പരിഹാരം കണ്ടെത്തുന്നതിന് ഒരു സനതക് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ 1 ലക്ഷത്തിന് താഴെയുള്ള എല്ലാ തർക്കങ്ങളും അതിന് കീഴിൽ ഈ പ്രത്യേക സംവിധാനത്തിന് കീഴിലായിരിക്കും ഒത്തുതീർപ്പാക്കുക. അതിന് 1 ലക്ഷത്തിന് മേലെയുള്ള കേസുകൾ പരിഹരിക്കുന്നതിനും അതിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതിനും ഒരു ജുഡീഷ്യൽ സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട്. അമൃത. ശരി. UAE സെൻട്രൽ ബാങ്ക് ധനമിടപാട് സ്ഥാപനം അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികൾ എന്നിവയുടെയൊക്കെ പ്രവർത്തനം കൂടുതൽ സുതാര്യമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൊണ്ടാണ് ഇങ്ങനെ ഒരു പുതിയ നിയമം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വിവരങ്ങളാണ് ഷിനോജ് ഷംസുദ്ദീൻ പങ്കുവച്ചത്.